അമ്മേ, ഗിരീഷേട്ടനും അമ്മയും വന്നിട്ടുണ്ട്. ആഹാ, അവര് വന്നോ? എല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് സന്തോഷത്തോടെ വേണം അയക്കാൻ. കല്യാണം നാളെ നടത്താന്ന് പറയുമ്പോ അവരുടെ മറുപടി എന്തായിരിക്കും അറിയില്ല. നമുക്ക് നോക്കാം. വാ. ഗിരീഷേ, താനിരിക്കേ. ഓ, ഇരിക്കാം. മോളെ, അമ്മയോട് ഇരിക്കാൻ പറ. ഞാൻ ഇരിക്കാൻ പറയാത്തോണ്ടല്ല അച്ഛാ, പ്രഭാവതി അമ്മയെ കണ്ടിട്ട് ഇരിക്കാന്ന് പറയുന്നേ. ഗിരീഷിന്റെ അമ്മയോട് ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കുക. ഗിരീഷിനോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞില്ലേ മാഡം? ഇല്ല, അത് ഗിരീഷിന്റെ അമ്മയോട് നേരിട്ട് പറഞ്ഞാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. അന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് അതിഥിയായിട്ട് നിങ്ങൾ വന്നു. അതിഥികളായിട്ടല്ല, വീട്ടുകാരായിട്ട് തന്നെയാ വന്നത്. പക്ഷേ ഞാൻ ഗിരീഷിന്റെ അമ്മയോട് ഒരു മര്യാദയും കാണിച്ചില്ല. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന പോലെയായിരുന്നു എന്റെ പെരുമാറ്റം. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അവിടുന്ന് ഇറങ്ങിപ്പോയേനെ. അന്ന് എന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾക്ക് ഞാൻ ഇപ്പൊ ക്ഷമ ചോദിക്കുക. എന്താ പ്രഭാവതി, മനുഷ്യന്റെ മനസ്സ് ഓരോ സമയത്തും ഓരോ രീതിയിലായിരിക്കും. ദേഷ്യം വരുമ്പോ ചുറ്റുപാടുള്ളവരോട് ദേഷ്യം കാണിക്കും, സന്തോഷം വരുമ്പോ അങ്ങനെയും. പ്രഭയും അങ്ങനെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ക്ഷമ പറയേണ്ടത് ഞങ്ങളാ. പ്രകാശിനെ പോലെ ഒരുത്തൻ കാണിച്ചതിന് അവന്റെ ബന്ധുക്കളായി ഞങ്ങൾക്കും വിഷമമുണ്ട്. സോറി. ആഹാ, ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ പറയാൻ വിളിച്ചതുപോലെ ആയല്ലോ. അതാ ഞാനും ആലോചിച്ചത്. അച്ഛാ, ദേ രജന ചേച്ചിയെ കാര്യങ്ങൾ അറിയാത്തോണ്ട് വെപ്രാളപ്പെടുക. അച്ഛൻ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ഒന്ന് പോടി അവിടുന്ന്. എനിക്ക് വെപ്രാളൊന്നുമില്ല, ഒന്ന് പോയേ. അച്ഛാ, കാര്യങ്ങൾ സംസാരിക്കേ, ഞാൻ കുടിക്കാനെടുക്കാം. നിങ്ങൾ ഇരിക്കേ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.